ലോകത്തെ ഞെട്ടിച്ച് സൈനിക ശക്തി പ്രദർശിപ്പിച്ച് റഷ്യ ബെലാറസ് സംയുക്ത സൈനികാഭ്യാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. നാറ്റോ സഖ്യത്തിന്റെ നീക്കങ്ങൾക്ക് ശക്തമായ മറുപടി നൽകി റഷ്യ തങ്ങളുടെ അത്യാധുനിക ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലായ സിർക്കോൺ വിജയകരമായി പരീക്ഷിച്ചു. ഇത് റഷ്യയുടെ സൈനിക ശേഷി ലോകത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. സിർക്കോൺ മിസൈലിന്റെ കഴിവുകൾ അസാധാരണമാണ്. 2019 റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞതനുസരിച്ച് ഈ മിസൈലിന് ശബ്ദത്തിന്റെ 9 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും. 1000 കിലോമീറ്ററിലധികം ദൂരെയുള്ള കരയിലെയും കടലിലെയും ലക്ഷ്യങ്ങളെ കൃത്യമായി ആക്രമിക്കാൻ ഇതിന് ശേഷിയുണ്ട്. റഷ്യയിൽ 3M22 സിർക്കോൺ എന്നും നാറ്റോയിൽ SSN-33 എന്നും അറിയപ്പെടുന്ന ഈ മിസൈലിന് 400 കിലോഗ്രാം വരെ ഭാരമുള്ള വാർഹെഡ് വഹിക്കാൻ സാധിക്കുമെന്നും റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. റഷ്യയും ബെലാറസും സംയുക്തമായി നടത്തുന്ന സ്പാഡ് സൈനികാഭ്യാസം സെപ്റ്റംബർ 12-നാണ് ആരംഭിച്ചത്. തങ്ങൾക്കെതിരെ ഒരു ആക്രമണമുണ്ടായാൽ സൈനിക കമാൻഡും ഏകോപനവും മെച്ചപ്പെടുത്തുകയാണ് ഈ അഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യം. അഭ്യാസങ്ങൾ പൂർണ്ണമായും പ്രതിരോധപരമാണെന്നും ഏതെങ്കിലും നാറ്റോ അംഗരാജ്യത്തെ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും റഷ്യയും ബെലാറസും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും റഷ്യൻ ഡ്രോണുകൾ പോളണ്ടിലേക്ക് കടന്നുകയറിയതിന് പിന്നാലെ നാറ്റോ കിഴക്കൻ സെൻട്രി എന്ന പേരിൽ ഒരു പുതിയ സൈനിക പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. റഷ്യയുടെ ഈ നീക്കങ്ങൾ നാറ്റോ സഖ്യത്തിന് ഒരു ശക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നത്. സിർക്കോൺ മിസൈൽ വിക്ഷേപണത്തിന് പുറമെ റഷ്യയുടെ സുഖോയ് Su-34 സൂപ്പർസോണിക് ഫൈറ്റർ ബോംബറുകൾ കരയിലെ ലക്ഷ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു.